ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 2 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ടോപ്പിക് നമ്പർ 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അതായത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നാവിനാണ്, അല്ലേ? നാവില്ലെങ്കിൽ നമുക്ക് ശബ്ദം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മേജർ സ്പീച്ച് ഓർഗൻസ് ഏതൊക്കെയാണ്? ലങ്സ് ഉണ്ട്, ലാരിസ് ഉണ്ട്, ദ സോഫ്റ്റ് പ്ലേറ്റ് ഉണ്ട്, ദ ടങ്, ലിപ്സ്. അപ്പൊ ഇത്രയാണ് മേജർ സ്പീച്ച് ഓർഗൻസിൽ വരുന്നത് കേട്ടോ. 2 മാർക്ക് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മേജർ സ്പീച്ച് ഓർഗൻസ് ഒക്കെയാണ് ലെൻസ്, ലാരിക്സ്, സോഫ്റ്റ് പ്ലേറ്റ്സ്, ടങ്, ലിപ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? 1 റെസ്പിറേറ്ററി സിസ്റ്റം, 2 ഫോണറ്ററി സിസ്റ്റം, 3 ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 മാർക്കിനും എസ്സേക്കും ചോദിക്കാറുള്ളത് തന്നെയാണ്. ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 റെസ്പിറേറ്ററി സിസ്റ്റം, 2ാമത്തെ ഗ്രൂപ്പ് ഫോണറ്ററി സിസ്റ്റം, 3ാമത്തെ ഗ്രൂപ്പ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് ലങ്സ്, മസിൽസ്, ചെസ്റ്റ് ആൻഡ് വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് ഓൾസോ നോൺ ആസ് ട്രക്കിയാസ്. ടെക്സ്റ്റ് പേജ് നമ്പർ 67 നിങ്ങളൊന്ന് തുറന്നു വയ്ക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എവിടെയെങ്കിലും കേട്ടോ. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ലങ്സ് വരുന്നുണ്ട്, ചെസ്റ്റ് വരുന്നുണ്ട്, മസിൽസ് വരുന്നുണ്ട്, ട്രക്കിയ വരുന്നുണ്ട്. ട്രക്കിയ ഓൾസോ നോൺ ആസ് വിൻഡ് പൈപ്പ്. പിന്നെ 2ാമത്തെ ഗ്രൂപ്പ് ഏതാ? ഫോണറ്ററി സിസ്റ്റം. ഫോണറ്ററി സിസ്റ്റത്തിൽ ഏതാണ് വരുന്നത്? ലാരിസ്, ത്രോട്ട് ഒക്കെയാണ് ഫോണറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. ഫോണറ്ററി സിസ്റ്റത്തിൽ ത്രോട്ടാണ് വരുന്നത്. 3ാമത്തെ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം ആണ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോസ് ഉണ്ട്, ടീത്ത് ഉണ്ട്, ടങ് ഉണ്ട്, റൂഫ് ഓഫ് ദ മൗത്തും ഉണ്ട്, ലിപ്സും ഉണ്ട്. അപ്പൊ ഇത് ഈ 3 ഗ്രൂപ്പും പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 67 മിഡിലായിട്ട് ഒരു ഡയഗ്രാം കാണാം. ഇതിൽ ഈ പറഞ്ഞതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് A അപ്പർ ലിപ്പ്, B ലോവർ ലിപ്പ്. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ല പിക്ചേഴ്സ് ഗൂഗിളിൽ പോയി അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ പറഞ്ഞ സ്പീച്ച് ഓർഗൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ദ ലങ്സ് ആൻഡ് ദ ഡയഫ്രം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ലങ്സ് ആണ് സോഴ്സ് ഓഫ് എയർ എന്ന് പറയുന്നത്. അതായത് ലങ്സ് ആണ് സോഴ്സ് ഓഫ് ദ എയർ എന്ന് പറയുന്നത്. ദ ലങ്സ് സെർവ് ആസ് ദ സോഴ്സ് ഓഫ് എയർ വിച്ച് പാസസ് അപ്വേർഡ് ത്രൂ ദ വിൻഡ് പൈപ്പ് ആൻഡ് ലാരിസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ വോക്കൽ കോഡ് ഓൺ ദ മൗത്ത് ഓർ ബോത്ത് കംസ് ടു ഔട്ട്വേർഡ്സ്. ഇവിടെ ലങ്സ് ആണ് നമ്മളുടെ ഒരു സോഴ്സ് ഓഫ് എയർ എന്ന് പറയുന്നത്. ലങ്സ് ആണ് സോഴ്സ് ഓഫ് ദ എയർ എന്ന് പറയുന്നത്. ലങ്സിൽ നിന്നാണ് എയർ വിൻഡ് പൈപ്പ് കൂടെ നമ്മുടെ പാസ് ചെയ്തിട്ട്, വിൻഡ് പൈപ്പ് ഓൾസോ ആണ് ട്രക്കിയ, ട്രക്കിയാസിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ നോസ് കൂടെ അല്ലെങ്കിൽ മൗത്ത് കൂടെ പോണത്. The diaphragm is situated in the human body below the lungs and control the expansion and contraction of the lungs in breathing. അതായത് നമ്മുടെ ഒരു ലങ്സിന്റെ തൊട്ടടിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗൻ ആണ് ഡയഫ്രം. ലങ്സിന്റെ തൊട്ടടിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗൻ ആണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രമിന്റെ റോൾ എന്താണ്? ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ, അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ചെയ്യാം. ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് ഡയഫ്രം ആണ്. The diaphragm is situated in the human body below the lungs and controls the expansion and contraction of the lungs. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ലങ്സ് ചുരുങ്ങും, അതുപോലെ വീർക്കും, അല്ലെ? എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ട്. ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഡയഫ്രം ആണ്. ഇനി 2 മാർക്കിന്റെ ഡയഫ്രമിന്റെ റോള് ചോദിക്കുകയാണെങ്കിൽ ഇത് പറയാട്ടോ. അതായത് ലങ്സ് എക്സ്പാൻഷൻ, ബ്രീത്ത് ചെയ്യണ സമയത്ത്, ബ്രീത്തിങ് നടക്കുന്ന സമയത്ത് ലങ്സ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡയഫ്രം. അത് പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? ദ ലാരിസ് ആൻഡ് ദ വോക്കൽ കോഡ്. ലാരിസിന് 2 മസ്കുലാർ ഫോൾഡ് ഉണ്ട്. ലാരിസിന് 2 മസ്കുലാർ ഫോൾഡ് ഉണ്ട്. ഈ 2 ഫോൾഡിന് പറയുന്നതാണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലാരിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദംസ് ആപ്പിൾ എന്നൊക്കെ പറയും, അല്ലേ? നമ്മൾ ഒരു ഫ്രണ്ടിൽ കഴുത്തിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു തടിപ്പ് പോലെ ചിലർക്ക് ഉണ്ടാവും, ഒരു ഇതുപോലെ. അതിനാണ് ആദംസ് ആപ്പിൾ എന്ന് പറയുന്നത്, നെക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. ഈ ആദംസ് ആപ്പിൾ ഓൾസോ നോൺ ആസ് വോയിസ് ബോക്സ്. ലാരിസ് ഓൾസോ നോൺ ആസ് വോയിസ് ബോക്സ്. ഇപ്പോൾ വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ആദംസ് ആപ്പിൾ, ലാരിസ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. പിന്നെ ഒരു ലാരിസിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ലാരിസിന്റെ ഒരു ഓപ്പണിംഗ് ആണ് വിൻഡ് പൈപ്പിക്ക് പോകുന്നത്. വിൻഡ് പൈപ്പിൽ നിന്ന് ലാരിസിക്ക് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഗ്ലോട്ടിസ് അല്ലേ, അത് ക്ലോസ് ആവൂട്ടാ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലാരിക്സ് ആൻഡ് വോക്കൽ കോഡിൽ വരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ദ സോഫ്റ്റ് പാലറ്റ്.
അതായത് നമ്മുടെ ടീത്തിന്റെ റൂഫ്, ദ റൂഫ് ഓഫ് ദ മൗത്തിന്റെ റൂഫ്, അതായത് ടീത്തിന്റെ ബാക്കിലായിട്ട് വരും, അല്ലെങ്കിൽ ടങ്കിന്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് വരും. ഒരു റൂഫ് പോലല്ലേ, ഒരു കോൺവെക്സ് സർഫേസിനാണ് ഈ ഒരു സോഫ്റ്റ് പാലറ്റ് എന്ന് പറയാം. ആ ഒരു സോഫ്റ്റ് പാലറ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടീത്തിന്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലത്തിനെയാണ് ഓൾവുലാർ അല്ലെങ്കിൽ ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിലുള്ള ഹാർഡ് കോൺവെക്സ് സർഫേസിനെയാണ് നമ്മുടെ ഹാർഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് പിന്നത്തേനാണ് സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ വരച്ചതാണ്, മനസ്സിലാവാൻ ചാൻസ് ഇല്ല, എന്നാലും ഞാനിതൊരു ഏകദേശ നിഗമനത്തിൽ വരച്ചതാണ്. ഓക്കെ, സംഭവം കാര്യം എന്താണെന്ന് മനസ്സിലായത്, അതായത് നമ്മുടെ ടങ്കിന്റെ മോൾ ഭാഗത്ത് റൂഫ് ഓഫ് ദ മൗത്തിൽ 3 പാർട്സ് ഉണ്ട്. ആ 3 ഭാഗങ്ങളാണിത്. അത് ടീത്തിന്റെ തൊട്ട് ബാക്കിലാണ് ഒവ്യൂലാർ വരുന്നത്, പിന്നെ ഹാർഡ് പാലറ്റ് അതിൻ്റെ അടിയിൽ, ഏറ്റവും ലാസ്റ്റാണ് ഒവ്യൂലാർ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞത് നിങ്ങളുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ടങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ നാവില്ലെങ്കിൽ നമുക്ക് ശരിക്കും പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് കോൺവേഴ്സേഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ നോക്കാം. പക്ഷെ അതെങ്ങനെയാണ് ഒരു വേർഡ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ടങ്ക്, നാവ്, അത് ഇതേപോലെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടിപ്പ്, പിന്നെ അതിൻ്റെ ബാക്കിൽ ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചതാണ്. ഞാൻ അത്ര ഡ്രോയിങ്ങിൽ അത്ര നല്ല ആളല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വരച്ചതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില വേർഡ്സ് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയത് ലിപ്പ് എന്നുള്ള വേർഡൊക്കെ പറയുമ്പോൾ എന്നുള്ളൊക്കെ വേർഡ് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് രണ്ടും കൂട്ടിമുട്ടും ഇല്ലേ? ആ ഒരു 2 ചുണ്ടും കൂടി കൂട്ടിമുട്ടും. അപ്പോൾ അതിനാണ് ലിപ്സ്. ആ ഒരു ലിപ്സിന്, നമ്മുടെ ചുണ്ടിന് നമ്മുടെ സംസാരത്തിന് വളരെയധികം വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിപ്സ് സംസാരിക്കുമ്പോൾ എന്നുള്ള വേർഡൊക്കെ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് ആ ഒരു ചുണ്ടുകൾ നമ്മളൊന്ന് കൂട്ടിമുട്ടും അല്ലേ? അതിനാണ് നമ്മൾ ഈ ഒരു ലിപ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ലാംഗ്വേജിൽ. പിന്നെ നമ്മുടെ ഒരു ലിപ്സ്, ചുണ്ടെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് കവർ ചെയ്തുകൊണ്ടെന്ന് പറയുക, ചുണ്ടിൻ്റെ എക്സ്റ്റേണലിലെ സ്കിന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചുണ്ടിൻ്റെ ഉൾഭാഗം മ്യൂക്കസ് മെംബ്രെയിൻ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചുണ്ടിൻ്റെ മോൾ ഭാഗം സ്കിന്നാണ്, അതേപോലെ അതിൻ്റെ അടിയിലെ മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഉള്ളത്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ടെക്സ്റ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്താണ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ആലോചിച്ചിട്ട് എഴുതുക. ഇതാണ്ട് ബൈ ഹാർട്ട് പഠിക്കുക വേണ്ട. ഇത്രയാണ് അപ്പോൾ ഓർഗൻസ് ഓഫ് സ്പീച്ചിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്തു നിന്ന് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 ഒക്കെ ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇനി ബാക്കി മൊഡ്യൂളും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇടണതായിരിക്കും കേട്ടോ. അതേപോലെ ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻസില്ലേ, അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.